അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന തിരിമറിയുടെ കേസ് ഇപ്പോൾ മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ്. SIT ഇപ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരിക്കുകയാണ്. അവരുടെ കണ്ടെത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കുംഭകോണത്തെക്കുറിച്ചുള്ള SITയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. രാംലല്ല പ്രാൺ പ്രതിഷ്ഠ മഹോത്സവ വേളയിലും അതിനു മുമ്പും രാജ്യത്തുടനീളമുള്ള ഭക്തർ സംഭാവന ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള വസ്തുക്കളും ഔദ്യോഗിക രേഖയോ രസീതുകളോ കണ്ടെത്താത്തതിനാൽ വലിയ കോലാഹലങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ മുഴുവൻ വിഷയങ്ങളിലും സംഭാവന നൽകിയ ഭക്തരുമായി നേരിട്ട് ബന്ധപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ നൽകിയ 60 കിലോ വെള്ളി ഇഷ്ടികകളാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ കടങ്കഥയായത്. രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ വ്യാപാരികളുടെ സഹായത്തോടെ ഈ 60 കിലോ വെള്ളി ശേഖരിച്ച് 1 മുതൽ 1.25 കിലോഗ്രാം വരെ ഭാരമുള്ള ഇഷ്ടികകൾ നിർമ്മിച്ചുവെന്നും അതിൽ ദാതാക്കളുടെ പേരും ഗോത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ടെന്നും ഇന്ത്യൻ സ്വർണ്ണാഭരണങ്ങളുടെയും ജ്വല്ലേഴ്സ് അസോസിയേഷന്റെയും ഉത്തരേന്ത്യൻ മേധാവി അനുരാഗ് റസ്തോഗി അവകാശപ്പെട്ടു. ചമ്പത് റായിയുടെ അനുമതിയോടെ 2020 ജൂലൈ 20 ഈ കല്ലുകൾ അയോധ്യയിലേക്ക് കൊണ്ടുവന്നു. ട്രസ്റ്റ് ഭാരവാഹികളായ ചമ്പത് റായ്, ഡോക്ടർ അനിൽ മിശ്ര, ട്രഷറർ പ്രകാശ് ഗുപ്ത എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രത്യേക പൂജ നടത്തി. ഈ വസ്തുക്കൾ കൈമാറിയതിന്റെ ഔദ്യോഗിക രസീതും അസോസിയേഷന്റെ പക്കലുണ്ട്. എന്നാൽ അതിശയകരമായിട്ടുള്ള ഒരു കാര്യം, ക്ഷേത്രത്തിന്റെ നിർമ്മാണ സമയത്തോ അടിത്തറ പൂജ നടത്തിയ സമയത്തോ ഈ കല്ലുകൾ എവിടെയും കണ്ടില്ല. ഇപ്പോൾ രേഖകളിൽ നിന്ന് ഈ കല്ലുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. 12 ജ്യോതിർലിംഗങ്ങൾ പതിച്ച മാലയും അണയാത്ത ജ്വാലയുടെ വിളക്കും കാണാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജൗൻപൂർ സ്വദേശിയും നിലവിൽ മുംബൈയിൽ ബിസിനസ് നടത്തുന്നവരുമായ അജയ് വിശ്വകർമ്മയുടെ കുടുംബത്തിന്റെ കാര്യവും വളരെ ദാരുണമാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഈ ഭക്ത കുടുംബം ഏകദേശം 200 കിലോമീറ്റർ നഗ്നപാതനായി നടന്ന് 2025 ഒക്ടോബർ 29 അയോധ്യയിലെത്തി. മുംബൈയിലെ രാംലല്ലയ്ക്കായി തയ്യാറാക്കിയ 12 ജ്യോതിർലിംഗങ്ങളുള്ള 3 കിലോഗ്രാം വെള്ളിമാലയും 64 ശുഭ ചിഹ്നങ്ങളുള്ള 1 കിലോഗ്രാം വെള്ളി കാൽപാദവും അവർ പ്രത്യേകം ഓർഡർ ചെയ്തിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശന കവാടത്തിൽ അവർ രാമശങ്കർ എന്ന ടിന്യു യാദവ് എന്ന ജീവനക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹം അവരെ VIP റൂട്ട് വഴി ശ്രീകോവിലേക്ക് കൊണ്ടുപോയി അവിടെ മാലയും പാതുകയും രാംലല്ലയുടെ മുന്നിൽ വെച്ച ശേഷം ടിന്യു യാദവ് അവ കൈവശപ്പെടുത്തി. ഈ സംഭാവനയുടെ രസീതും രാംലല്ലയുടെ ഫോട്ടോയും കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ ബാങ്ക് പരിശോധനയുടെ മറവിൽ അവർക്ക് രസീത് നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബംഗളൂരുവിലും പശ്ചിമ ബംഗാളിലുമാണ് ഈ ആഭരണങ്ങൾ ഒരുക്കിയത് എന്നുള്ള അവകാശവാദവും ഇപ്പോൾ പുറത്തു വരുന്നു. SIT ഇക്കാര്യം ചോദ്യം ചെയ്തപ്പോൾ മുഖ്യ പൂജാരി മോഹിത് പാണ്ഡെ പറഞ്ഞത് ഭഗവാന് മാല ചാർത്തിയ ശേഷം അത് ടിന്യു യാദവിന് തിരികെ നൽകിയെന്നാണ്. പൂജാപാത്രങ്ങളാക്കുന്നതിനായി ഇഷ്ടിക രൂപത്തിൽ വാർത്തെടുക്കാൻ ഈ മാലയും പാതുകവും ബംഗളൂരുവിലേക്ക് അയച്ചതായി ടിന്യു യാദവ് ഞെട്ടിക്കുന്ന അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ രീതിയിൽ ആഭരണങ്ങൾ അയച്ചതിന് ട്രസ്റ്റിന്റെ പക്കൽ കൃത്യമായ രേഖയോ മറ്റ് അനുമതി പത്രമോ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് SITയുടെ മുതിർന്ന അംഗങ്ങളായിട്ടുള്ള ലക്നൗ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത്, IG കിരൺ എസ്, സ്പെഷ്യൽ സെക്രട്ടറി നീൽ രവീൻ കുമാർ എന്നിവർ മുഴുവൻ വിഷയവും വിശദമായി പരിശോധിച്ച് ആഭരണങ്ങളുടെയും വഴിപാടുകളുടെയും ചുമതല വഹിച്ചിരുന്ന കൃഷ്ണദേവ് തിവാരി ഈ വിലപിടിപ്പുള്ള വസ്തുക്കളെക്കുറിച്ച് തനിക്ക് യാതൊരു അറിവില്ല എന്ന് വ്യക്തമായി നിഷേധിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.